52ഓളം മസ്ജിദുകൾ സംയുക്തമായി നടത്തുന്ന മീലാദ് കോൺഫറൻസ് 29-ാം തീയതി ഞായറാഴ്ച 4 മണി മുതൽ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. പ്രവാചക സന്ദേശങ്ങളുടെ ശരിയായ രൂപം ജനങ്ങളിലേക്ക് എത്തിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇതിൻ്റെ പിറകിലുണ്ട്. ഈ 52 പള്ളികൾ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ സംഘടനകളെല്ലാം നേതൃത്വം കൊടുക്കുന്ന പള്ളികളാണ്. ആ സംഘടനയിൽപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ പറവൂർ മേഖല സംയുക്ത മഹല്ല് ജമാഅത്ത് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ 2ാം വട്ട പ്രാവശ്യമാണ് ഈ 29-ാം തീയതി നടക്കുന്ന മീലാദ് കോൺഫറൻസ്. കാലാനുസൃതമായി മഹല്ല് നവീകരണ പദ്ധതികൾ ആവിഷ്കരിച്ച് മഹല്ലുകളിലെ കമ്മിറ്റികൾക്ക് പ്രത്യേക പരിശീലനം നടത്തി നടപ്പിലാക്കുക, അതിലൂടെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും വ്യക്തമായ ദിശാബോധം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ഈ കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്ന മറ്റ് കാര്യങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം മീലാദ് കോൺഫറൻസ് വിജയിപ്പിക്കാൻ നിങ്ങളുടെ പങ്കാളിത്തം മീഡിയ വെച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് തൗഫീഖ് മൗലവി അൽ ബാക്കവി പ്രകൃതിയും പ്രവാചകനും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രമേയ പ്രഭാഷണം നടത്തും. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ബഷീർ വഹബി അടിമാലി ലഹരിക്കെതിരെ പ്രവാചക സന്ദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രമേയ പ്രഭാഷണം നടത്തും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മറ്റൊരു പണ്ഡിതനാകുന്ന ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി പ്രവാചക സ്നേഹം വിശ്വാസിയുടെ മുഖമുദ്ര എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടും സമ്മേളനത്തിൽ സംസാരിക്കുന്നതാണ്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം നമ്മൾ ടൗൺ ഹാളിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവിടെ കൂടുന്ന ആളുകൾക്കെല്ലാം